ഹലോ. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മലയാളം വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ വേറൊരു നാട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തും ഒക്കെ നമുക്ക് ഈ ഒരു വാക്കുകൾ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു ട്രിപ്പ് പോയാലോ? എങ്ങനെയാണ് ആ സെൻറ്റൻസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക? നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഷാൾ വി ഗോ ഫോർ എ ട്രിപ്പ് എന്നാണ് അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ വരുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഷാൾ വി വന്നത്? എന്താണ് ഷാൾ വിയുടെ അർത്ഥം? ഷാൾ വിയുടെ അർത്ഥം വരുന്നത് നമുക്കൊരു കാര്യം ചെയ്താലോ എന്നാണ്. എന്താണ് ഷാൾ വിയുടെ അർത്ഥം? നമുക്കൊരു കാര്യം ചെയ്താലോ. എക്സാമ്പിൾ എങ്ങനെയാ വരിക? നമുക്ക് അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പോയാലോ? നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ? നമുക്ക് അവരോട് കാര്യം പറഞ്ഞാലോ? നമുക്ക് ഈ കാര്യം പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്താലോ? നമുക്ക് അടുത്ത ആഴ്ച പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലോ? ഇതൊക്കെയാണ് ഷോൾവിയുടെ അർത്ഥങ്ങളായിട്ട് വരുന്നത്. അതായത് ഷോൾവി വെച്ച് പറയാൻ പറ്റിയ വാക്കുകൾ വരുന്നത്. നമുക്കിതൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയാണ്: നമുക്ക് ഈ കാര്യം പാരൻസിനോട് ഡിസ്കസ് ചെയ്താലോ? നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ, എങ്ങനെയായിരിക്കും അത്? നമുക്ക് ഈ കാര്യം പാരൻസിനോട് ഡിസ്കസ് ചെയ്താലോ? ഷോൾ വി ഡിസ്കസ് ദ മാറ്റർ വിത്ത് അവർ പാരൻസ്, റൈറ്റ്? ഷോൾ വി ഡിസ്കസ് ദ മാറ്റർ വിത്ത് അവർ പാരൻസ്, അല്ലേ? അടുത്തത് എന്താ? നമുക്ക് മണാലി പോയാലോ? ഷോൾ വി ഗോ ടു മണാലി? ഓക്കെ. നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എങ്ങനെയായിരിക്കും? നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ? ഷോൾ വി പ്രിപ്പയർ ബിരിയാണി? ഓക്കെ, ഇതാണ് ഷോൾ വി. അപ്പോൾ ഇത് കേട്ടിട്ട് അപ്പുറത്തുള്ള ആൾ പറയാം, അതൊരു നല്ല ഐഡിയ ആണ്. ദാറ്റ്സ് എ നൈസ് ഐഡിയ, റൈറ്റ്? ദാറ്റ്സ് എ നൈസ് ഐഡിയ എന്നോ ദാറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് പറയാം. ഓക്കെ. ഇനി പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാ അത് പറയാം? ബട്ട് ദർ ഇസ് എ പ്രോബ്ലം. എന്താണത്? ഞങ്ങൾ ആ സ്ഥലത്ത് ഒരുപാട് തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ സെൻറ്റൻസ് പറയുക? ഞങ്ങൾ ആ സ്ഥലം ഒരുപാട് തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഹാവിൻ്റെ അർത്ഥം എന്താണ്? ഹാവ് അല്ലെങ്കിൽ ഹാസിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ട് എന്നാണ്, അല്ലേ? ഹാവ് അല്ലെങ്കിൽ ഹാസിൻ്റെ അർത്ഥം വരുന്നത് ഉണ്ട് എന്നാണ്. അപ്പോൾ ഹാവ് വിസിറ്റഡ് എന്ന് വെച്ചാൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഇനിയിപ്പോൾ ഹാസ് ആയാലും അതെ, ഹാസ് വിസിറ്റഡ് എന്ന് വെച്ചാൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെന്ത് പറയാം? ഹാസ് ഗോൺ, പോയിട്ടുണ്ട്. ഹാസ് ഇൻവൈറ്റഡ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇൻവൈറ്റഡ് എന്നായാലോ ഹാസ് ഇൻവൈറ്റഡ് എന്നായിട്ടുണ്ടെങ്കിലോ അതെന്താണ് വരുന്നത്? ചെയ്തിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് റിട്ടൺ ദി ഹോംവർക്ക് എന്ന് വെച്ചാൽ ഞാൻ ഹോംവർക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ടെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമുക്ക് ടെൻസിൻ്റെ കാര്യത്തിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകാണ്ട് തന്നെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഹാവ് ഇൻവൈറ്റഡ് എന്ന് പറയുമ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ്, പോയിട്ടുണ്ട്, ഓക്കെ, അറിയിച്ചിട്ടുണ്ട്, പിന്നെന്തൊക്കെയാ? ചെയ്തിട്ടുണ്ട്, കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട. അപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഹാവ് ഓർ ഹാസ് പ്ലസ് V3. എന്തുകൊണ്ടത് അങ്ങനെ ആയത്? ഹാസിൻ്റെ ഹാവിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ V3 ഫോമും കൂടി ചേർക്കുമ്പോൾ, അതായത് ഒരു വെർബും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതെന്താവും? ചെയ്തിട്ടുണ്ട് എന്നാവും. ഓക്കെ.